وعلى آله وصحبه أجمعين أما بعد. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوه بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ففهمناها سليمان وكلا أعطينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا. ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ജഗന്നിയന്താവായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി അവൻ്റെ റിളയിലായി ജീവിച്ച് ഈമാനോടുകൂടി മൗത്താവാനുള്ള വലിയ സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മരണമെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നിർബന്ധമായ ഒരു കാര്യമാണ്. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നോ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നിന്ന് നടത്തണമെന്നും പഠിച്ചവരും അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നാം എല്ലാവരും. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മരണം മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ മരണത്തിലും മരണസമയത്തും പങ്കെടുക്കേണ്ടതും ആ സമയത്ത് അവൻ അവിടെ ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും അതൊന്നും വേണ്ട പോലെ അറിയാത്തത് കൊണ്ട് പല മരണ വീടുകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നിസ്സംഗത വന്നു പോകുന്നുണ്ട് എന്നുള്ളത് സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. ഒന്നല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലെങ്കിലോ അറിവുള്ള ആളുകളെ പറയുന്നത് അംഗീകരിക്കാതെ താനാണ് ഏറ്റവും വലിയ അറിവുള്ള ആളെന്നുള്ള ഒരു തോന്നൽ അത് പലപ്പോഴും വരുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാതെ
തന്റെ ഇഷ്ടത്തിന് അനുസൃതമായി താൻ പറയുന്ന തീരുമാനം അതേ ഇവിടെ നടപ്പാക്കുള്ളൂ, ഇതെന്റെ വീടാണ്, ഇവിടെ വേറെ ആരുടെയും തീരുമാനമല്ല എന്നുള്ള ഒരു ദുശ്ശാഠ്യം മൂലവും പലപ്പോഴും മരണാനന്തര ചടങ്ങുകളിൽ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആ വീടുകളിൽ അതിന്റെ മര്യാദകൾ പാലിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ അയാൾ ഹാജരാണെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വിശ്വാസിയായ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലാഖമാർ, അള്ളാഹുവിന്റെ മലക്കുകൾ വരുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറഞ്ഞതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഒരുപാട് നമ്മൾ കേട്ട ആയത്താണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വബശിറു ബിൽ ജന്ന എന്ന് പറഞ്ഞിട്ട് നിനക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ മലക്കുകൾ വരുമ്പോൾ ആ മലക്കുകൾ വരുന്നതിന് തടസ്സമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതെന്തൊക്കെയാണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി കാണാം. നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലായികത, തീർച്ചയായും അല്ലാഹുവിന്റെ മലക്കുകൾ ലാ തദ്ഖുലു ബൈതൻ, ഒരു വീട്ടിൽ പ്രവേശിക്കുകയില്ല, ഫീഹി കൽബുൻ, ആ വീട്ടിൽ നായയുണ്ടെങ്കിൽ. ആ വീട്ടിൽ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നായ എന്ന് പറഞ്ഞാൽ, പട്ടി എന്ന് പറഞ്ഞാൽ അത് ഹറാമല്ല, നജിസായ ഒരു വസ്തുവാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നായയെ കല്ലെറിയാൻ പാടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫീഹി കൽബുൻ, നായുണ്ടെങ്കിൽ, അതുപോലെ വലാ സൂറത്തുൻ, രൂപങ്ങളുണ്ടെങ്കിൽ, പ്രതിമകളുണ്ടെങ്കിൽ, വലാ ജുനുബുൻ, അതുപോലെ ജനാബത്തുകാരനുണ്ടെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ, ഏത് മലക്കുകൾ? അദാബിന്റെ മലക്കല്ല, റഹ്മത്തിന്റെ മലക്കുകൾ. ആ മലക്കുകൾ പ്രവേശിക്കില്ലെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നബി തങ്ങളോട് വാഗ്ദാനം ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഞാൻ വരാമെന്ന് ജിബ്രീൽ പറഞ്ഞു. പക്ഷേ ഫീ സഅത്തിൻ അയ്യതിഹു ഫജാഅത് തിൽക സഅ, ആ സമയമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ആകാശലോകത്തിന്റെ രാജകുമാരനായ ജിബ്രീലിനെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ജിബ്രീലിനെ കാണാതായപ്പോൾ വിഷണ്ണനായി പ്രയാസപ്പെട്ട് തപിക്കുന്ന ഹൃദയത്തോടുകൂടി, സജലങ്ങളായ കണ്ണുകളോടുകൂടി, വിതുമ്പുന്ന ഹൃദയത്തോടെ പുണ്യപ്രവാചകൻ അവിടെ അക്ഷമനായി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാണപ്രേയസിയായ ആയിഷ ഉമ്മ പറയുകയാണ്, ആ സമയത്ത് കുറെ സമയം ഇങ്ങനെ കഴിഞ്ഞു. വലം യഅതിഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് കാണുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, പടച്ചോനെ ജിബ്രീൽ വന്നില്ലല്ലോ. ജിബ്രീലിന് എന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുണ്ഠിതനായി പുണ്യപ്രവാചകൻ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ വീടിന്റെ കട്ടിലിനടിയിൽ ഇങ്ങനെ ഒരു നായക്കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പുറത്തേക്കാക്കി ആയിഷാനോട് ചോദിച്ചു, ആയിഷ, ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? വീടിന്റെ ഉള്ളിൽ വെച്ചതാരാണ്? ഫഖുൽതു ലാ അദ്രി യാ റസൂലല്ലാഹ്, ഹബീബായ നബി, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല നബിയേ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു,
فقال جبريل عليه السلام منعني الكلب الذي كان في بيتك. നബിയെ, ഈ വീട്ടിൽ കയറുന്നതിന് എനിക്ക് തടസ്സമായി നിന്നത് നായയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങേക്ക് അറിയില്ലേ നബിയെ, ഇന്നാലാ നദുഹുലു ബൈതൻ ഫീ കൽബുൻ വലാ സൂറത്തുൻ വലാ ജുനുബുൻ. 3 കാര്യങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങള് അല്ലാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് അങ്ങേക്ക് അറിയില്ലേ നബിയെ എന്ന് പറയണം. അപ്പോൾ നായയെ വളർത്താൻ നമുക്ക് എങ്ങനെ? നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അല്പം ദൂരത്തായിട്ട്, വീടിന്റെ ഉള്ളിലല്ല അതിനെ കയറ്റേണ്ടത്, വീടിന്റെ ഉള്ളിലല്ല അതിനെ കയറ്റേണ്ടത്, പുറത്ത്. നമുക്ക് കാരണം നായ ചിലപ്പോൾ നമുക്ക് സേഫ്റ്റി ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ നായാട്ടിന് വേണ്ടി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹറാമല്ല, നജസാണ്, മുഗല്ലദായ നജസാണ്. അതും ശ്രദ്ധിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ എൻ്റെ ഒരു പരിചയത്തിനുള്ള ഒരാൾ വീട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചിട്ട് ഇതിലൊരു നായ നമ്മൾ പോയിരുന്നു. അപ്പൊ ഇയാള് 7 പ്രാവശ്യം കഴുകി വൃത്തിയാക്കുകയാണ്. അതിൽ 1 മണ്ണ് കൊണ്ടുവന്ന് ഇടങ്ങേറായിട്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നായ അതിൽ കൂടി പോയെന്ന് വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ആ ഒന്നുമില്ലെങ്കിൽ നായ നനവുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആ സ്ഥലം നനവുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമാണ്. ഇപ്പൊ നമ്മള് വീടിന്റെ അതിലൂടെ ഇങ്ങനെ പോയി, അപ്പൊ അവിടെ നനവുണ്ട്, അല്ലെങ്കിൽ നായയുടെ ശരീരത്തിൽ നനവുണ്ട്, എങ്കിലാണ് അവിടെ നജസാവുകയുള്ളൂ എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതൊരു വഴി കൂടി പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചിലർക്കൊക്കെ ഈ വസ്വാസിന്റെ രോഗമുണ്ട്. വസ്വാസ് ശൈത്താനാണ് അത് ഉണ്ടാക്കുന്നത്. ഈ വസ്വാസം ഉള്ളവരാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അന്നത്തെ ദിവസം മുഴുവൻ പിന്നെ പോയി അവന്റെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഇതിനെ നായ നമുക്ക് വളർത്താം, പക്ഷെ അതിനെ ദീന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വീടിന്റെ ഉള്ളിൽ കയറ്റിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഒന്നാമതായിട്ട് കൽബ് വീട്ടിലുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലാക്കന്മാർ വരില്ല. അപ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റുക, അപ്പുറത്തേക്ക് അങ്ങോട്ടെങ്കിലും നീക്കുക. അതേപോലെ സൂറത്തിന് രൂപങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിമകൾ ഉണ്ടെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ വരില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. രൂപമെന്ന് പറയുമ്പോൾ പ്രതിമകൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ജീവൻ കൊടുക്കാൻ മനുഷ്യന് കഴിയണം. അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. യസ്അലൂനക അനിർ-റൂഹ് ഖുലിർ-റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. സാദിഖുൽ മസ്ദൂഖായ ലോകം കണ്ട വിജ്ഞാനികളുടെ നേതാവായ അല്ലാഹുവിന്റെ റസൂലിനോട് പോലും ആത്മാവിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ഖുലിർ-റൂഹു മിൻ അംരി റബ്ബി. അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽപ്പെട്ട, അല്ലാഹുവിന്റെ പ്രത്യേകമായ അംറിൽപ്പെട്ട കാര്യമാണ്. അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായി അറിയില്ല. കിതാബുർ റൂഹ് എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ ഇമാമികൾ കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ആത്മാവിനെ പറ്റിയിട്ടല്ല, അല്ലാഹു ജുനൂദും മുജന്നദ എന്ന ഹദീസിനെ ആസ്പദമാക്കിയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാത്മാക്കൾ ആത്മാക്കളുടെ ലോകം അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ അവന് രൂപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ രൂപങ്ങളെ അവന് ജീവൻ കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിലോ കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. എല്ലാ പ്രതിമകൾ ഉണ്ടാക്കുന്ന ആളുകളും നരകത്തിലാണ്. ഈ ഹദീസ് വളരെ ഗൗരവമായിട്ട് കാണണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമികൾ പറയുന്നുണ്ട്, നീ ഒരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ നീ എന്തെങ്കിലും നല്ല മനോഹരമായ എന്തെങ്കിലും ഉണ്ടാക്കി നിനക്കവിടെ രൂപങ്ങൾ വെക്കണമെന്ന് തോന്നാണെങ്കിൽ നീ മരങ്ങളുടെ നല്ല വൃക്ഷങ്ങള് അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയതോ മറ്റോ നീ കൊണ്ടുവന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിലോ നിനക്ക് റൂഹിനെ കൊടുക്കാൻ കഴിയണം. അപ്പോ ആത്മാവിൽ ഉള്ള വസ്തുക്കള്, നമ്മുടെ ജീവികള്, അതിന്റെ പ്രതിമകൾ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ ജീവനുള്ള
ജീവജാലങ്ങളുടെ രൂപങ്ങൾ, ഇപ്പോൾ നമ്മുടെ മനുഷ്യന്റെ കോലങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള പ്രതിമകൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ കയറുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇളവുള്ളത് തസ്ബീഹു സൂറത്തുൽ ഹയവാൻ ഹറാമുൻ ശദീദുൻ. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള വസ്തുക്കള് അത് ഉണ്ടാക്കുന്നത് വലിയ ഗൗരവമായ കാര്യമായിട്ടാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, ഹറാമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശറഹ് മുസ്ലിം നോക്കിയാൽ നമുക്ക് കാണാം, അതില് അവിടെ നിന്ന് പറയുന്നത് വഹുവ ഫിൽ കബായിർ എന്നാണ്, വലിയ തെറ്റായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ഇളവുള്ളത് എവിടെയാണെന്നറിയുമോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുല്ലു മുസവ്വിദിൻ ഫിന്നാർ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ വ്യാഖ്യാനിക്കുന്നിടത്ത് കാണാം, ചെറിയ കുട്ടികൾ ഇപ്പോൾ കളിക്കാൻ വേണ്ടി പാവകളും മറ്റൊക്കെ അവർ ഉപയോഗിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു റെസ്പെക്ട് കൊടുക്കൂല. അത് താഴെയും ചിലപ്പോൾ മൂത്രത്തിലിടും, ചെളിയിലിടും, എല്ലാ സ്ഥലത്തോടും അവരതിനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല, എന്നാലും കുട്ടികൾക്കാണെങ്കിലും അത് കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പറഞ്ഞത്, നായയുണ്ടെങ്കിൽ മരിക്കാൻ വേണ്ടി ഒരാൾ മരണത്തോടടുത്ത് കിടക്കുന്ന ആ ഒരു സമയത്ത് നായുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റണം. അതുപോലെ തന്നെ രൂപങ്ങള്, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ, പ്രതിമകൾ ഉണ്ടെങ്കിൽ മാറ്റണം. അതേപോലെ തന്നെ വലാ ജുനുബുൻ, ആർത്തവകാരികള് അല്ലെങ്കിൽ നിഫാസുള്ള ആളുകള് അല്ലെങ്കിൽ ജനാപത്തുകാര്, വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുടിക്കാത്ത ആളുണ്ടെങ്കിൽ, ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ നിന്ന് മാറണം. ഇനിയോ ചിലരുടെ എന്താ മരിച്ച വീട്ടിൽ പോണില്ലേ, എനിക്ക് ശുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് തീരെ പോകാതിരിക്കും. അതല്ല, ആ മരണസമയത്ത് മാത്രമേ പോകാതിരിക്കാൻ ഉള്ളൂ. കാരണം മലക്കുകൾ വരുമ്പോൾ അതിനൊരു തടസ്സമാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. ഇപ്പൊ ഒരു വീട്ടിലൊരു ആർത്തവകാരി ഉണ്ട്, ഒരാൾ മരിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാ, അതൊന്നും ചെയ്യണ്ട. ആ മരിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക. എന്നാലോ തീരെ അങ്ങോട്ട് പോകാതിരിക്കുക, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മലക്കുകൾ വരുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് മാറി നിൽക്കുക. രണ്ടാമതായിട്ട് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക. എന്താണോ കണ്ടത്, സൂറത്തു യാസീൻ, യാസീൻ സൂറത്ത് ഓതുക. യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാല് തൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണേ. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാമിൻ മയ്യിത്തിൻ യമൂതു ഇല്ലാ കുരിയത്ത്. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുന്നെങ്കിൽ മരിച്ചു, മരണ വീടുകളിൽ യാസീൻ സൂറത്ത് ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. റസൂലൊന്നും പഠിപ്പിക്കാത്ത കാര്യമാണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഈ ഹദീസ് പഠിക്കേണ്ടതുണ്ട്, ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ എവിടെ ഓതലും നല്ലതാണ്, പ്രത്യേകിച്ച് മരണ വീടുകളിൽ ഓതൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാമിൻ മയ്യിത്തിൻ യമൂതു ഇല്ലാ ഖുരിയത ഇൻദഹു സൂറത്തു യാസീൻ. മരണ വീടുകളിൽ മരണമാസന്നമായ സമയത്ത് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, എന്നാൽ മരിക്കുന്ന സമയത്ത് മരണം എളുപ്പമാകും, മരണ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ സൂറത്തുർ റഅദ് നിങ്ങൾ ഓതുക. സൂറത്തുർ റഅദ് ഓതിയാലുള്ള ഗുണം എന്താണ്? ലിഅന്നഹാ തുസഹിലു തുലൂഅർ റൂഹ്, ആത്മാവ് പോകാൻ എളുപ്പമാകും. ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നത് വളരെ ലളിതമായിട്ടായിരിക്കും. അതേ സമയത്തല്ലാത്തവരുടെ റൂഹിനെ പിടിക്കുന്നത് വളരെ പ്രയാസത്തോടെ ആയിരിക്കും, മരണവേദന കൂടുതലായിരിക്കും. സൂറത്ത് റഅദ് ഓതിക്കഴിഞ്ഞാൽ ലിഅന്നഹാ തുസഹിലു തുലൂഅർ റൂഹ്, ആത്മാവ് പോകാനത് എളുപ്പമായിരിക്കും.
റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. യാസീൻ സൂറത്തിന്റെ ഗുണങ്ങളെ പറ്റി ഒരുപാട് പഠിപ്പിച്ചു. സൂറത്തുൽ അയ്ദിന്റെ ഗുണങ്ങളെ പറ്റി പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ മൻ ഖറഅഹാ, യാസീൻ എന്ത് വേണ്ടിയിട്ട് ഓതിയോ ആ കാര്യം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പറഞ്ഞത്. സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ ആപത്തുകളെ തട്ടി നീക്കപ്പെടും, പക്ഷെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാമിൻ സംസമിൻ ലിമാ ശുരിബ ലഹു വസൂറത്തു യാസീൻ ലിമാ ഖുരിഅത ലഹു. ഒരാൾ സംസം വെള്ളം കുടിച്ചു. സംസം വെള്ളം കുടിക്കുമ്പോൾ നല്ല നിയ്യത്തോട് കൂടിയിട്ടാണ് അയാൾ കുടിക്കുന്നതെങ്കിൽ അയാളുടെ ആ മുറാദ് അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കും. ആരെങ്കിലും നശിക്കണമെന്ന് കരുതി നിയ്യത്ത് ചെയ്തിട്ട് കുടിക്കാൻ പാടില്ല. കാരണം വയസ്തഹ്ദിറ ഫീ ഖൽബിഹി ഇൻദ ശുർബിഹി നിയ്യത്തൻ സ്വാലിഹ, നല്ല ഖൈറായ നിയ്യത്ത് വെക്കുക. അപ്പുറത്തെ വീട്ടില നമ്മുടെ അയൽവാസി അവൻ അടിച്ചു പോകണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് സംസം വെള്ളം കുടിക്കരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ സംസം വെള്ളം കുടിക്കരുത്. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം കുടിക്കേണ്ടത്. മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ, ദുനിയവിയും ആഖിറവും പരലോക പാരത്രിക ലോകത്തെയും നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നീ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ലിഅന്ന വഖത ശുർബിഹി വദാനി ഔഖാത്ത് ഇജാബ, ആ സമയത്ത് എന്ത് കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കുക. രണ്ടാമത്തെ കാര്യം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസൂറത്തു യാസീൻ ലിമാ ഖുരിഅത ലഹു, സൂറത്ത് യാസീൻ അത് നിങ്ങൾ പരിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. യാസീൻ സംബന്ധമായി ഒരുപാട് ഹദീസുകൾ കാണാം. നബി തങ്ങൾ പറഞ്ഞു, വമൻ ഖറാഹാ വഹുവ ഖായിഫുൻ അമിന, ഒരാൾക്ക് ഭയമുണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവന് ഭയമുണ്ട് എങ്കിൽ, കടത്തെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട്, മക്കളെ പറ്റി ഓർത്തുകൊണ്ട് അവന് വിഷമമുണ്ടെങ്കിൽ അവൻ സൂറത്ത് യാസീൻ ഓതട്ടെ, അവന്റെ വിഷമം മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഔജാഇയുൻ ശുബിയ. അതേപോലെ തന്നെ അവന് വിശപ്പുണ്ട്, ഭക്ഷണമില്ല കഴിക്കാൻ, ഇനിയോ ഒരു പണിക്കും പോകൂല, എന്നിട്ട് ഈ ഹദീസും പിടിച്ചിട്ട് ആ യാസീൻ ഓതിയാൽ മതി വിശപ്പ് മാറുമെന്ന് പറഞ്ഞോട് ഇവിടെ ഇരുന്നേനാ, അതല്ല, അധ്വാനിക്കാൻ വേണം. എന്നിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യാസീൻ സൂറത്ത് ഓതിക്കോ, വിശപ്പ് നിങ്ങൾക്ക് മാറിക്കിട്ടും. അതേപോലെ ഔ അത്ശാനു സുഖിയ, നിങ്ങൾ ദാഹിച്ചവശനായി പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്ത് സൂറത്തു യാസീൻ ഓതിക്കോ, നിങ്ങളുടെ ദാഹം അകറ്റപ്പെടും. അതേപോലെ ഔ ആലിൻ കുസിയ, ധരിക്കാൻ വസ്ത്രമില്ലാത്ത ആ ഒരു പ്രയാസഘട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു എങ്കിൽ നിങ്ങൾ സൂറത്തു യാസീൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു തരും. അതേപോലെ ഔ മരീദുൻ ശുഫിയ, രോഗിയാണോ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സുഖമില്ലാതെ അസുഖത്തോടു കൂടി കിടക്കുകയാണോ, അവിടെ നിങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ യാസീൻ സൂറത്ത് ഓതിക്കോ, ആ അസുഖങ്ങൾ മാറിക്കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ രോഗം മാറാൻ വേണ്ടിയിട്ട് യാസീൻ ഓതിയത് മാത്രമല്ല, നമ്മൾ അതിനെ ചികിത്സിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യാസീൻ സൂറത്ത് ഓതുകയും വേണം. അപ്പോൾ മരണാസന്നമായ വ്യക്തിയുടെ അടുക്കൽ ഓതാൻ ഏറ്റവും നല്ല സൂറത്താണ് സൂറത്തുൽ ആയിദും സൂറത്തു യാസീനും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അടുത്ത മര്യാദ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരണാസന്നമായ വ്യക്തിക്ക് ഭയങ്കര ദാഹമായിരിക്കും, അയാൾക്ക് വെള്ളം കൊടുക്കുക. മരണാസന്നമായ വ്യക്തിക്ക് വെള്ളം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് ഭയങ്കര ദാഹമായിരിക്കും, അയാൾക്ക് വെള്ളം കൊടുക്കുക. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ആള് രോഗിക്ക് വെള്ളം കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴാണ് മരണാസന്നമായി കിടക്കുന്നത്. മരണാസന്നമായി കിടക്കുന്ന ഒരു സമയത്ത് മരിക്കാൻ വേണ്ടി പോകാൻ നമുക്ക് ഉറപ്പാ. ഭയങ്കര ദാഹം, വാപ്പ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. വാപ്പ വെള്ളത്തിനു വേണ്ടി ചോദിക്കും, മക്കള് പറയും തരൂല, ഡോക്ടറെ തരാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ നിമിഷം മരിച്ചുപോയി എത്രയോ ആളുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട്, എൻ്റെ മാമ സൂര്യല്ലാതെ ആക്സിഡന്റ് ആയി വളരെ പ്രയാസത്തോടു കൂടി കിടക്കാണ്. അപ്പൊ ഞാൻ ഐസിയുവിൽ ചെന്നു, മാമാടെ അടുത്ത് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർമാർ ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു.
വെള്ളം കൊടുത്തു, അല്പസമയം കഴിഞ്ഞ് ഈ ലോകത്ത് നിന്നുകൊണ്ട് യാത്രയായി പോയി. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്, ഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ, പിശാച്, മരണാസന്നമായ വ്യക്തിയുടെ അടുക്കൽ വരും. എന്നിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളവുമായിട്ട് പിശാച് വരുന്ന സമയത്ത് പിശാചിന്റെ കയ്യിൽ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പിശാചിന്റെ കയ്യിൽ നിന്നുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ യഹൂദിയായിട്ടോ അല്ലെങ്കിൽ നസ്രാനിയായിട്ടോ അവൻ മരിക്കുന്നതാണ്. ആ സമയത്ത് ആരെങ്കിലും പിശാചിന്റെ കയ്യിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കാതെ ആണ് മരിക്കുന്നതെങ്കിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലി മരിക്കാൻ സാധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പിശാചിനെ തട്ടിമാറ്റി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരുന്നതാണ്. എന്നിട്ടോ പിശാചിനെ ഓടിക്കുന്നതാണ്. ആ സമയത്ത് മയ്യത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണാസന്നായി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മളൊക്കെ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. സൂറത്തു ആലി ഇംറാനിൽ ഒരു ദുആയുണ്ട്. കാരണം മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്നത് ഞാൻ കേട്ടത് എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി എന്നുള്ള ദുആയായിരുന്നു നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദ്വാരുന്നത്. തബ്ബിത് ഖൽബി അലാ ദീനിക, അത് മുഖല്ലിബൽ ഖുലൂബായ ഹൃദയങ്ങളെ പടച്ചിട്ടുള്ള അല്ലാഹുവേ, ആ ഹൃദയങ്ങളെ ചാഞ്ചല്യമായി പോകുന്നതിൽ നിന്നുകൊണ്ട്, ഹൃദയം പെട്ടെന്ന് മാറിപ്പോകുന്നത് കൊണ്ട് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. സബ്ബിത്ത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക, ദീനിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദ്വാരകമായിരുന്നു എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. അതുകൊണ്ട് തന്നെ ആലി ഇംറാൻ സൂറത്തിൽ ഒരു ദുആയുണ്ട്. ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാം, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് തന്നു, എന്നെ വിശ്വാസിയാക്കി. പടച്ചവനെ, ഇനി എന്റെ ഹൃദയം അതിൽ നിന്നുകൊണ്ട് മാറിപ്പോകുന്നതിൽ നിന്നുകൊണ്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിന്റെ, നിന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് എനിക്ക് നീ തുറന്നു തരണേ റബ്ബേ എന്നുള്ള അർത്ഥം വരുന്ന ആ ദുആ സ്ഥിരമായി ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി അയാൾക്ക് മരിക്കാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ ഇമാമികളെ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഒരാൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ